നമസ്കാരം. പലപ്പോഴും വലിയ നിർമ്മിതികളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പ്രതിമ പണിതാൽ അല്ലെങ്കിൽ അമ്പലം പണിതാൽ എങ്ങനെയാണ് ഒരു നാട് വികസിക്കുക എന്നത്. ഒറ്റ കേൾവിയിൽ നമുക്ക് തോന്നും ഇത് സത്യമാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ. കാരണം നിലവിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നതിന് ശേഷം അവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രാമക്ഷേത്രം അയോധ്യയെ സമ്പന്ന നഗരമാക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സഞ്ചാരികളുടെയും ഭക്തരുടെയും ഒരു ഒഴുക്ക് തന്നെ അയോധ്യയിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, ആദ്യ ദിനത്തിൽ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് അതിപ്പോൾ ദിനം പ്രതി 3 ലക്ഷത്തിലധികം എന്ന കണക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ വത്തിക്കാൻ സിറ്റി മക്കയെയും ഒക്കെ കടത്തിവെട്ടും ഈ അയോധ്യ എന്നാണ് ഓഹരി വിപണി ഗവേഷക സ്ഥാപനമായ ജെഫറീസ് ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത്. അതുകൂടാതെ SBIയുടെ റിസർച്ച് പറയുന്നത് 2024-2025 കാലഘട്ടത്തിൽ നികുതി വരുമാനത്തിൽ 5000 കോടി രൂപ UPക്ക് സമ്മാനിക്കുന്നത് അയോധ്യയായിരിക്കും എന്ന് തന്നെയാണ്. 4 ലക്ഷം കോടി രൂപയോളം UPക്ക് അധിക വരുമാനം ലഭിക്കും ഈ അയോധ്യ ക്ഷേത്രത്തിലൂടെ എന്നുകൂടിയും പറയുന്നുണ്ട്. അങ്ങനെ 3.25 കോടിയിലധികം രൂപയുടെ ഒരു വരുമാനം വളർച്ചയിലേക്കൊക്കെ അയോധ്യ നടന്നെടുക്കുകയാണ്. തീർച്ചയായും ഇത് സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്രയധികം വരുമാനം ഉണ്ടാകുമ്പോൾ അവിടെ ഉയരാൻ പോകുന്നത് ഇനി സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തന്നെയായിരിക്കും. ഇതേക്കുറിച്ചുള്ള ശക്തമായ സൂചനകൾ ഇതിനു മുൻപ് തന്നെ അയോധ്യയിലെ ക്ഷേത്ര ട്രസ്റ്റ് നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഗുജറാത്തിൽ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉയർന്ന സമയത്തും ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നതാണ്. ഇത്രയും കോടി രൂപ മുടക്കി കാക്കയ്ക്ക് കാഷ്ടിക്കാൻ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ നിലവിൽ അവിടെ 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു പ്രതിമയെ ചുറ്റിപ്പറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ 3500 കോടിയിലധികമാണ് ടാക്സ് ഇനത്തിൽ മാത്രം വരുമാനമായി ലഭിക്കുന്നത്. മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും മറ്റും ഓടിച്ചുകൊണ്ട് അവിടെ 10,000-കണക്കിന് സ്ത്രീകളാണ് ഇത്തരത്തിൽ സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്തുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും വൻകിട ഹോട്ടലുകൾ മുതൽ ഏറ്റവും സാധാരണക്കാരായ വഴിയോര കച്ചവടക്കാർക്ക് വരെ ഇതൊക്കെ സമ്മാനിക്കുന്ന നേട്ടം ചെറുതല്ല. നമുക്കറിയാം, അയോധ്യയിലെ ശ്രീരാമന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാല ശ്രീരാമനാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമായി കണക്കാക്കപ്പെടുന്നത് മധുര പലഹാരങ്ങൾ തന്നെയാണ്. അങ്ങനെ ഉത്തർപ്രദേശ് ഇതിനോടകം തന്നെ മധുര പലഹാരങ്ങൾക്ക് പേരുകേട്ട പ്രദേശമാണ്. അവിടെ കൂടുതലായി ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഇനിയും വർദ്ധിക്കും. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന എല്ലാവരെയും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പ്രതിമയ്ക്കും പ്രതിഷ്ഠയ്ക്കും ഒക്കെ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.